ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പാചക വിസ്മയത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് കുറുക്ക് കാളനാണ്. ഇപ്പൊ സദ്യയുടെ കുറുക്ക് കാളനാണ് ഇന്ന് റെഡിയാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സദ്യക്ക് മാത്രമല്ല, നമ്മുടെ വീട്ടില് സാധാരണ ചോറ് കഴിക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഈ കാളൻ റെസിപ്പി. അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് ഞാൻ എങ്ങനെയാ റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ. കാളന് പ്രധാനമായിട്ടും വേണ്ടുന്നത് പച്ച ഏത്തക്കായയും ചേനയുമാണ്. അതോടൊപ്പം തന്നെ ഞാൻ 2 പച്ചമുളകും കുറച്ച് ചേമ്പും എടുത്തിട്ടുണ്ട്. ചേന, ചേമ്പ്, കായ ഇതെല്ലാം ഏകദേശം ഒരേ അളവിൽ തന്നെ എടുക്കുന്നതാണ് നല്ലത്. ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. വേവിക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൂടെ ചേർത്ത് റെഡിയാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഈ എടുത്തിരിക്കുന്ന ചേന, ചേമ്പ് എല്ലാം ഒരേ അളവിൽ തന്നെ എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ചിലർ ഇതിനകത്ത് ചേമ്പ് ചേർക്കാറില്ല, പക്ഷെ ചേമ്പൂടെ ചേർത്ത് റെഡിയാക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. നമുക്കിനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിനാവശ്യത്തിനുള്ള അരപ്പൂട റെഡിയാക്കാം. അതിനായിട്ട് 3 ചെറിയ പിടി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു എരിവ് മതി നമുക്കിതിന്. ഈ കറിക്ക് ചെറിയ എരിവ് മതി. അതിനായിട്ട് 3 പച്ചമുളകും 2-3 ചെറിയ ഉള്ളിയും പിന്നെ ചേർക്കുന്ന പൊടികളാണ്. പൊടികൾ 1/2 ടേബിൾ സ്പൂൺ അടുത്തുള്ള മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചതും, ജീരകമാണെങ്കിലും കുഴപ്പമില്ല, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും. കുരുമുളക് വേണമെങ്കിലും നമുക്ക് ഈ അളവിൽ തന്നെ ചേർക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ സമയത്ത് നമ്മുടെ ഈ ചേനയൊക്കെ വെന്തോന്നൊന്ന് നോക്കണം. ഏറ്റവും വേവ് കൂടിയത് ചേനയ്ക്ക് തന്നെയാണ്. അപ്പം നമുക്ക് ചേന തന്നെ നമുക്കൊന്ന് നോക്കാം അത് വെന്തിട്ടുണ്ടോന്ന്. അപ്പം നമ്മുടെ ചേന നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാക്കിയുള്ള ചേമ്പും കായയും എല്ലാം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കാം. ഇതിൽ കുറച്ച് വെള്ളമയമുണ്ട്, അത് വറ്റുന്നിടം വരെ നമുക്ക് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഈ വെള്ളമയം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പം ഏകദേശം വെള്ളമെല്ലാം അതിനകത്ത് വറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനിയും ചേർക്കേണ്ടത് തൈരാണ്. കട്ട തൈര് തന്നെ ചേർക്കണം. ഇപ്പം തൈര് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒത്തിരി പുളി ഉള്ളതും ചേർക്കരുത്, അതേപോലെ ഒത്തിരി പുളി കുറഞ്ഞതും ചേർക്കരുത്. പിന്നെ തൈര് തന്നെ ചേർക്കണം, മോര് ചേർക്കരുത്. തൈര് മിക്സിയിലിട്ടാൽ നമ്മൾ അതിൻ്റെ കട്ട മാറ്റുന്നെങ്കിൽ ഒറ്റ ഒരു കറക്ക് മാത്രമേ കറക്കിയെടുക്കാവൂ. ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ചൂടത്ത് തന്നെ കിടന്നിട്ട് അത് റെഡി ആയിക്കോളും. ഇപ്പം കുറുക്ക് കാളൻ നമ്മൾ ഇരിക്കും തോറും ഇതിന് കട്ടിയാവും. അപ്പോൾ ഈ ഒരു കുറച്ച് ലൂസായിട്ടിരുന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് താളിക്കാനായിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടു പൊട്ടിച്ചു. അതിനുശേഷം 2-3 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒന്ന് ചെറിയ ബ്രൗൺ ആകുമ്പോഴത്തേന് അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ താളിക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതുപോലെ മൺചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതിപ്പം നമ്മൾ സദ്യക്കൊക്കെയാണ് റെഡിയാക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചാൽ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കിന് നല്ല സൂപ്പർ ഫൈൻ ടേസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇത് നല്ല കട്ടിയായിട്ട് ഇത് റെഡി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇരിക്കും തോറും ഇത് കട്ടിയാവും ഈ കറി. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയും അതുപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമായ കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. അതുപോലെ സദ്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ് കുറുക്ക് കാളൻ. നിങ്ങൾക്ക് എൻ്റെ ഈ കാളൻ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ കൂടെ തന്നെ അറിയിക്കാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.